കണ്ണുനീർ സാക്ഷ്യമായി വെളിപ്പെടുന്ന ഒരു സമയം വരും. പ്രൈസ് ദി ലോർഡ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തോടെ ഞാൻ ഈ പകൽക്കാലം ദൈവിക സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ പ്രഭാതത്തിലും ദൈവം അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന ഒരു പകലായി മാറട്ടെ. പ്രിയരെ, ഇന്ന് പകൽ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്നൊരു ചെറിയ സന്ദേശം വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 30 അതിൻ്റെ 5-ാമത്തെ വാക്യം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പദങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, വളരെ നമ്മെ എൻകറേജ് ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് എന്നാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്. കണ്ണുനീർ രാത്രിയിൽ വന്ന് രാപാർക്കും, പക്ഷേ ഉഷസ്സിലോ ആനന്ദത്തിൻ്റെ ഘോഷം നമ്മിൽ വെളിപ്പെടും. അതേപോലെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ വരുന്ന ചില തകർച്ചകളുണ്ട്, ചില കണ്ണുനീരിൻ്റെ താഴ്വരകളുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന മുറിവുകൾ, വാക്കുകൾ, സന്ദർഭങ്ങൾ, ഇതെല്ലാം നമ്മെ മുറിപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം, പ്രിയരെ, കണ്ണുനീരിനപ്പുറം ഒരു സാക്ഷ്യത്തിൻ്റെ സമയമുണ്ട്. കണ്ണുനീരിനെ സാക്ഷ്യമാക്കി പാറ്റുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. വേദപുസ്തകത്തിനകത്ത് ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്ക് കാണാൻ കഴിയും, ഒരു മാതാവിനെ നമുക്ക് കാണാം. ഹന്നയുടെ പ്രത്യേകത, ഹന്ന അവളുടെ ജീവിതത്തിനകത്ത് ഉള്ള കുറവുകളെ ഓർത്ത് കരയുകയാണ്. പക്ഷേ അവളുടെ ജീവിതത്തിനകത്ത് ഇന്നും ഇന്നലെയല്ല, നാളുകളായി അവളുടെ ജീവിതത്തിനകത്ത് കുഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു മകനില്ല, മക്കളില്ല എന്ന് പറയുന്നൊരു കുറവ് അവളുടെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ അതല്ല അവളെ വേദനിപ്പിച്ചത്. അവളെ വേദനിപ്പിച്ചത് കൂടാരത്തിനകത്തുള്ള പെനീനയുടെ കുത്തുവാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയരെ, പുറമേ നമ്മെ നോക്കി ചിരിക്കുകയും നാം അറിയാത്ത സമയത്ത് നമ്മെ മുറിപ്പെടുത്തുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, അല്ലേ? നേരിട്ട് വരുന്ന ശത്രുവിനേക്കാൾ നമുക്ക് വേദന നൽകുന്നത്, അല്ലെങ്കിൽ ഭയാനകപ്പെടുത്തുന്നത്, നമ്മളോടൊപ്പം നിന്ന് നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി പറയാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണുകൾ നീ സപ്പോർട്ട് ചെയ്തവരും, നീ ചേർത്ത് പിടിച്ചവരും, നീ ലിഫ്റ്റ് ചെയ്തവരും നിനക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവത്തിന് ചില ദൈവിക പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. നീ പറയുന്നു അവരെന്നോട് ഇന്നത് ചെയ്തു, അവരെന്നോട് ഇന്നത് ചെയ്തു, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, ഇത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എല്ലാം സത്യമാണ്, എല്ലാം സത്യമാണ്. പ്രിയരെ, ഹന്ന കേട്ട, അനുഭവിച്ച വേദന, ഹന്ന കേട്ട കുത്തുവാക്കുകൾ വീട്ടിന് പുറത്തുനിന്നല്ല, വീട്ടിനകത്തുനിന്നാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന, നീ കേട്ട, നീ കേൾക്കുന്ന, നീ കേട്ടുകൊണ്ടിരിക്കുന്ന കുത്തുവാക്കുകൾ, നീ അനുഭവിക്കുന്ന വേദന വീട്ടിന് പുറത്തുനിന്നല്ല, വീട്ടിനകത്തുനിന്നാണ്. ദേശക്കാരിൽ നിന്നല്ല, വീട്ടുകാരിൽ നിന്നാണ്. പുറത്തു നിന്നല്ല, ബന്ധുമിത്രാദികളിൽ നിന്നാണ്, കുടുംബക്കാരിൽ നിന്നാണ്, നീ ചേർത്ത് പിടിച്ചവരിൽ നിന്നാണ്, നീ ഒത്തിരി കൂടെ കാണുമെന്ന് പ്രതീക്ഷവരിൽ നിന്നാണ് നീ ഇന്ന് അനുഭവിക്കുന്ന വേദന. പക്ഷെ ദൈവം നിന്നെ നോക്കി പറയുകയാണ്, കുഞ്ഞെ, ഈ കണ്ണുനീരിനപ്പുറം ഒരു സാക്ഷ്യത്തിൻ്റെ സമയമാണ്. കണ്ണുനീരോടെ ഹന്ന പതിവ് പോലെ ആലയത്തിൽ വരിക, കരയുകയാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സന്ദേശം കേട്ടതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും.
നിന്റെ വിഷയത്തിനകത്ത് ദൈവം അതിശയം പ്രവർത്തിക്കും. നീ കണ്ട മേഖലയിലല്ല, കാണാത്ത മേഖലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാക്ഷ്യങ്ങൾ നിന്നിൽ നിന്ന് വെളിപ്പെടും. ഹന്ന ദൈവാലയത്തിൽ വന്ന് കരയുകയാണ്. കരയുന്നത് അവൾക്കൊരു വാക്തത്വത്തിൻ്റെ സന്തതി വേണം. ലോകം അവളെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കുക, പരിഹസിക്കുക. പക്ഷെ കേൾക്കണോ പ്രിയരെ, ഏതാലയത്തിൽ വന്നവൾ കരഞ്ഞോ അതേ ആലയത്തിൽ ദൈവം അവളോട് സംസാരിച്ചു. എവിടെ ഇരുന്ന് കരഞ്ഞാലും ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നോട് ഇടപെടും. ആരോടൊക്കെ ദൈവാത്മാവ് ഈ സന്ദേശത്തിലൂടെ കൈമാറുക, ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റും, നിന്റെ അവസ്ഥകളെ മാറ്റും, നിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും, നിന്റെ നിന്ദയെ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റും. നിന്റെ ഉഷസ്സിൽ ആനന്ദത്തിൻ്റെ ഹോഷം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. ഇന്നലകളിൽ കണ്ണുനീരോടെ കരഞ്ഞ രാത്രികൾ മാറുന്നുവെന്ന് ആത്മാവ് ആരോഗ്യം നോക്കി പ്രവചിക്കുക. കുഞ്ഞൻ, ദൈവം നിനക്ക് വേണ്ടി ഒരു സീസൺ തുറക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നീ ഒരുങ്ങ. ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ചിലത് ചെയ്യാൻ പോകുകയാണ്. വചനം പറയുന്നു, ഹന്ന ദേവാലയത്തിൽ പോയി കണ്ണുനീരോടെ കരയാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ എവിടെ കരഞ്ഞോ അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഹന്ന ആലയത്തിൽ കരഞ്ഞപ്പോൾ അതേ ആലയത്തിൻ്റെ ശുശ്രൂഷകനായി ഹന്നയുടെ മകനെ ദൈവം മാറ്റി. അർത്ഥം, ഹന്ന പ്രാർത്ഥിച്ച മറുപടി കരഞ്ഞ ഇടത്തു തന്നെ വളർന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക, നീ എവിടെ കരഞ്ഞോ, ഏത് ദേശത്ത് കരഞ്ഞോ, നീ ഏത് പട്ടണത്തിൽ കരഞ്ഞോ, ഏത് ഭവനത്തിൽ കരഞ്ഞോ, ഏത് വ്യക്തികളുടെ മുൻപിൽ കരഞ്ഞോ, അവരുടെ മുൻപിൽ തന്നെ, ആ ഭവനത്തിൽ തന്നെ, അതിന് പുറത്തല്ല, വേറൊരു രാജ്യത്തല്ല, അവിടെ തന്നെ ദൈവം നിന്നെ സാക്ഷ്യത്തോടുകൂടെ, ദൈവം നിനക്ക് മറുപടി തരണം. സന്തോഷത്തോടെ, ജയത്തോടെ ദൈവം നിന്നെ നിർത്താൻ പോവാം. ഹന്ന കരഞ്ഞത് ദേവാലയത്തിലാണ്. ഹന്ന വീട്ടിലല്ല കരഞ്ഞത്. അവൾ വീട്ടിലല്ല കരഞ്ഞത്, അവൾ ആലയത്തിലാണ് കരഞ്ഞത്. അവൾ കരഞ്ഞ ഇടത്ത് അവളുടെ മകൻ വളർന്നു. ഇന്ന് പകൽ നീ കരഞ്ഞ ഇടത്ത് ദൈവം നിന്നെ വളർത്തും. ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കണ്ണുനീരെ നീ വളരാനുള്ള ഫെർട്ടിലൈസേഴ്സാണ്. ആമേ, നിന്റെ കണ്ണുനീർ നീ വളരാനുള്ള വളമാണെന്ന് നീ ഭാരപ്പെടണ്ടെന്നേ. ദൈവം നിന്നെ അത്ഭുതകരമായി വളർത്താൻ പോവുക. ദൈവം എന്നോട് പറയുന്ന ഒരു ദൂത, കണ്ണുനീര് സാക്ഷ്യമായി മാറുന്നൊരു സീസൺ വെളിപ്പെടും. കണ്ണുനീർ സാക്ഷ്യമായി മാറുന്നൊരു സീസൺ വെളിപ്പെടും. ഹന്നയുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറി. എങ്ങനെ? ശമൂവേൽ എന്ന പൈതൽ ആലയത്തിനകത്ത് വളർന്നു. ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി മാറി. നിന്റെ തലമുറ വളരും, നിന്റെ കുടുംബം വളരും, നിന്റെ ബിസിനസ് വളരും, നിന്റെ സഭ വളരും, നിന്റെ മിനിസ്ട്രി മാറും. ഈ ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്തനായി ശമൂവേലിനെ ദൈവത്തിന് സാക്ഷ്യത്തോടെ വളർത്താൻ കഴിയുമെങ്കിൽ ദൈവത്തിന് നിന്നെ വളർത്താൻ കഴിയും. ബൗണ്ടറികൾക്ക് അതീതമായി ദൈവത്തിന് നിന്നെ ഉയർത്താൻ കഴിയും. ദൈവത്തിന് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. ആരോടൊക്കെ ഈ ദൂത് ശക്തമായി ഇടപെടുക, കണ്ണുനീർ സാക്ഷ്യമായി മാറുന്ന സീസൺ വെളിപ്പെടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീർ സാക്ഷ്യമായി മാറാൻ പോകുക. ആമേ, നിന്റെ ജീവിതത്തിനകത്ത് ആനന്ദത്തിന്റെ ഹോഷം വെളിപ്പെടാൻ പോകുക. സ്വർഗീയ മല്ല കർത്താവേ, ഈ നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കണ്ണുനീർ സാക്ഷ്യമായി മാറുന്ന സീസൺ വെളി. എവിടെ കരഞ്ഞോ അവിടെ ഒരു അത്ഭുതമായി അവർ മാറട്ടെ. എവിടെ വേദനിച്ചോ അവർ അവിടെ അതിശയകരമായി മാറും. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അത്ഭുതം വെളിപ്പെടും, അതിശയം വെളിപ്പെടും, ദൈവിക ഫേവർ വെളിപ്പെടും. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമം തന്നെ, ആമേൻ. അതേ പ്രിയരെ, നീ എവിടെ കരഞ്ഞോ അവിടെ നിന്റെ ജീവിതത്തിനകത്ത് സാക്ഷ്യം വെളിപ്പെടും. ആമേൻ. കണ്ണുനീർ സാക്ഷ്യമായി മാറുമെന്നേ വിശ്വസിക്കുക. ഇപ്പകൽ ദൈവം നിന്നോട് സംസാരിക്കുക, നിന്നോട് ഇടപെടുക. സന്ദേശം നിനക്ക് അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഞങ്ങളുടെ സന്ദേശം ലഭിക്കാൻ, ഞങ്ങളുടെ മിനിസ്ട്രിയുമായി മിനിസ്ട്രിയുടെ മീറ്റിംഗുകൾ ലഭിക്കുക. ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.